ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ അലട്ടുന്ന ചിന്തകൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിന്റെ വചനത്തിലേക്ക് ചേരാനും കർത്താവിന്റെ മക്കളായി തീരുവാനും ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കുന്ന നന്ദി പറയുന്നു. സകല പൈശാചിക ബാധകളും ബന്ധനങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മക്കളിൽ നിന്ന് മാറിപ്പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എൻ്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്ന് നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമ കൃപയാലത്രേ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമ കൃപയാലത്രേ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയായി എൻ്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്ന് നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 4-ാം വാക്യം പരിശുദ്ധാത്മാവ് നമുക്കായി നൽകുന്നു. ചേർന്ന് വായിക്കാം. യുദ്ധത്തിൽ പറക്കാരെയും മുൾപ്പടർപ്പും എനിക്ക് വിരോധമായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. ഒരു ജീവിതം ഇത്രമാത്രം കോൺഫിഡൻസോടുകൂടി നിലകൊള്ളുന്നത് എങ്ങനെയാണ്? യുദ്ധത്തിന് പ്രതിസന്ധികൾ, അതായത് പറക്കാരെയും മുൾപ്പടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ഈ ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കാനിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഇതുപോലൊരു കോൺഫിഡൻസ് ദൈവം തരുന്നു. എന്താണ് അർത്ഥം? ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയാൻ തക്കതായ ഒരു വലിയ ബലം ദൈവം തരുന്നു. എന്തുകൊണ്ടാണ് ആ ബലം വരുന്നത്? തൊട്ടുമുകളിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സാത്താനെ തകർത്തിട്ട് ഒരു ജനത്തെ അനുഗ്രഹിക്കുന്ന ഒരു വചനമാണ്. ഹല്ലേലൂയ. ഒരു ജീവിതത്തെ കാവൽ ചെയ്യുന്നു. സാത്താൻ ഓരോ ജീവിതത്തെയും ആക്രമിക്കാൻ വരുമ്പോൾ ആ ജീവിതത്തെ കർത്താവ് കാവൽ ചെയ്യുന്നു. അങ്ങനെ കർത്താവ് ഒരു ജീവിതത്തെ കാവൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിന്റെ ഉള്ളിലാകുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന കോൺഫിഡൻസ് ആണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്നത്. ഞാനും നിങ്ങളും ഭയത്തോടും നിരാശയോടും സങ്കടത്തോടും കൂടെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇതുപോലെ ഒരു കോൺഫിഡൻസ് എനിക്ക് തരണമേ. അപ്പോൾ അതെന്ത് സംഭവിക്കുന്നത്? ഞാൻ യേശു കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, കർത്താവിലേക്ക് എന്റെ ജീവിതം സമർപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് യേശുവിന്റെ രക്തം കൊണ്ട് എനിക്ക് കാവൽ വന്ന സാത്താൻ എന്റെ ജീവിതത്തിൽ സ്പർശിക്കാതിരിക്കുന്ന അനുഭവത്തിൽ എനിക്ക് വരുന്ന കോൺഫിഡൻസ് ആണ്. പറക്കാരെയും മുള്ളും യുദ്ധത്തിൽ വരട്ടെ, അതിനെ ഞാൻ ദഹിപ്പിച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ജയിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭൂമിയിൽ എന്ത് നേടി എന്നുള്ളതല്ല, ദൈവ വിഷയമായി സമ്പന്നരാകുക. ദൈവത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറാകുക. കർത്താവിന്റെ പിന്നാലെ പോകാൻ തീരുമാനമെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നിങ്ങൾക്കൊരു ജയമുണ്ട്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, ദൈവം സംരക്ഷിക്കുന്ന ജീവിതമായി ഞാൻ നിങ്ങൾ മാറണം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം സംരക്ഷിക്കുന്ന ജീവിതമായി ഞാൻ നിങ്ങളും മാറണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശുശ്രൂഷയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ദൈവം സംരക്ഷിക്കുന്ന ജനമായി ഇവർ മാറട്ടെ. ഇവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, നൊമ്പരങ്ങൾ, അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളിലും ദൈവത്തിന്റെ സംരക്ഷണം ഇപ്പോൾ ഇറങ്ങട്ടെ. സകല വിധത്തിലുമുള്ള പൈശാചികമായ ബാധകളും ബന്ധനങ്ങളും കെട്ടുകളും ശാപങ്ങളും യേശുവിന്റെ തിരുസന്നിധിയിൽ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് വിട്ടുമാറിപ്പോകട്ടെ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പാപജീവിതത്തെ, ഞങ്ങളുടെ അകൃത്യത്തെ എല്ലാം കർത്താവ് മാറ്റി തരുന്നതിനായിട്ട് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. രണ്ട് ശുശ്രൂഷകളാണ് നമുക്കുള്ളത്. ഒന്ന്,
ഈ 2 മണിയുടെ പ്രാർത്ഥന, രണ്ടാമത്തത് വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനാ യോഗം. ഇത് രണ്ടും ഉപയോഗിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളോടും കൂടെ എക്കാലത്തും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.